നമസ്തേ. നമ്മുടെ സമൂഹത്തിൽ നിരീശ്വരവാദികൾ ഒഴിച്ച് മിക്കവരും തന്നെ ദേവാലയങ്ങളിൽ, ആരാധനാലയങ്ങളിൽ അവനവൻ്റെ മതവിശ്വാസപ്രകാരം പോകുന്നു. പലരും സ്വന്തം ഭവനത്തിൽ പൂജാധികാര്യങ്ങൾ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ടും എന്തേ പുരോഗതി കിട്ടാത്തത്? വീടിൻ്റെ തൊട്ടടുത്ത് ദേവാലയം കാണും. രാവിലെയും വൈകിട്ടും ദേവാലയത്തിൽ പോകുന്നവരുണ്ടാകും. രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി ആരാധിക്കുന്നവരുണ്ടാകും. അതാത് മതാടിസ്ഥാനത്തിൽ. ഇപ്പോൾ അയ്മനം പഞ്ചായത്തിൽ തന്നെ ഞാൻ താമസിക്കുന്ന ആ അയ്മനം പഞ്ചായത്തിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണക്കെടുത്തപ്പോൾ 23ഓളം ദേവാലയങ്ങളുണ്ട്. ഈ ദേവാലയങ്ങളിലൊക്കെ എല്ലാവരും പോകുമല്ലോ. എന്നും പോയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും പോകുമല്ലോ. പല ആൾക്കാരും തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ പലതവണ രാവിലെയും വൈകിട്ടും പോകുന്നവരുണ്ടാകും. എന്നിട്ടും ഇവരൊക്കെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഈ സാമ്പത്തികം എന്നെടുത്ത് പറയാൻ കാരണം പണമില്ലെങ്കിൽ നായ്ക്ക് തുല്യമാണെന്നൊരു ചൊല്ലുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്കവരും ഓടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ദേവത ഏതാണെന്ന് അറിയാതെ പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും പൂജാരിയുടെ അടുത്തേലും അല്ലെങ്കിൽ ജ്യോത്സ്യരുടെ അടുത്തേലും ജ്യോത്സ്യർ പറയുന്നത് ഇന്ന ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ പറയും. അത് അവിടെ എത്തിച്ചേരുന്നു. വഴിപാട് കഴിപ്പിച്ചാലും നമുക്ക് ന്യൂമറോളജിയിലൂടെ ഒരു പഠനം നടത്താം. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സ്വന്തമായിട്ട് അഭിമാനപൂർവ്വം പറയുകയാണ്, ഇതൊരു തിസീസാണ്, പ്രബന്ധം എന്ന് പറയും. എൻ്റേതായ സ്റ്റഡി മാത്രമാണ്, വേറെ ആരുടെയും ഒരു കോപ്പിയുടെയും ഇല്ല, വേറെ എങ്ങു നിന്നും പകർത്തിയതല്ല. ഒരു ഈശ്വരനെ, നമ്മൾ ആരാധിക്കുന്ന ദേവത ഏത് രീതിയിൽ പരിഗണിക്കണം, ആരെ കൂട്ടുപിടിക്കണമെന്ന് ഇവിടെ ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു തിസീസ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് നമ്മൾ ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ 9 ഡിവൈഡ് ചെയ്തു. 9 എന്നാൽ 1 തൊട്ട് 9 വരെയുള്ള ഡേറ്റാണല്ലോ, അക്കങ്ങളാണല്ലോ ഉള്ളത്. ആ അക്കങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോ ചെയ്തു. പക്ഷേ അത് അധികം മൂവ് ചെയ്തിട്ടില്ല. കുറച്ച് പേർക്ക് മാത്രമേ അത് മനസ്സിലായുള്ളൂ. അത് നല്ലൊരു പ്രബന്ധമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടു നോക്കൂ. ഈ ന്യൂമറോളജിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നോക്കുക. പിന്നെ എല്ലാവർക്കും അത് അത്ര മനസ്സിലാകത്തില്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ കാര്യം നമുക്ക് എടുക്കാം. തൊട്ടടുത്ത് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നമ്മളവിടെ പോകാതിരിക്കാം. എൻ്റെ അച്ഛനും അമ്മയും ആരെ ആരാധിച്ചിരുന്നോ അത് കണ്ടുകൊണ്ടാണ് ഞാനും പോകുന്നത്. അല്ല, എൻ്റെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ ഞാൻ പോകുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ പയ്യനെയോ അല്ലെങ്കിൽ പെങ്കൊച്ചിനെയോ വിവാഹം കഴിക്കുമോ? അങ്ങനെ പൊതുവേ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ലെവലിൽ അവരുടെ കുറവുകൾ മനസ്സിലാക്കി കാണും. വീടിൻ്റെ ഞങ്ങൾ എല്ലാ അയൽവാസികളുമായിട്ട് കമ്പനിയാണോ? ലോഹിയല്ലല്ലോ. എന്നതുപോലെയാണ് ദേവതകളുടെ കാര്യവും. എല്ലാവരും നമ്മൾ കിണങ്ങിയതല്ല. ഇത് മുജ്ജന്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും ദേവതയെ ആരാധിക്കുന്നതെന്ന് ഒരു അടിസ്ഥാന ഘടകമാണ്. പക്ഷെ അത് അറിയത്തില്ല ആൾക്കാർക്ക്. നമുക്ക് ഇതിലൂടെ ഒന്ന് വീക്ഷിക്കാം. ഭാരതത്തിൽ 2 ഇസമുണ്ട്. ആത്മീയമായിട്ടാണ്, രാഷ്ട്രീയമൊന്നുമല്ല, മതപരമല്ല, ആത്മീയമായിട്ട്. ഒന്ന് വൈഷ്ണവിസം, വിഷ്ണുവിനെ ആരാധിക്കുന്ന ഗ്രൂപ്പ്, നമ്മുടെ ശ്രീകൃഷ്ണനേക്ക് ആരാധിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയാം. പിന്നെ ഒന്ന് ശൈവിസം, മഹാദേവൻ്റെ, ശിവൻ്റെ. വൈഷ്ണവിസം വളരെയേറെ പ്രചാരമുള്ളതാണ്. രണ്ടും പ്രചാരമുണ്ട്. ആദ്യത്തേത് വൈഷ്ണവിസം അല്ലായിരുന്നു, ശൈവ സിദ്ധാന്തമായിരുന്നു. അപ്പോൾ വൈഷ്ണവിസം എന്ന പേരിൽ അക്ഷരങ്ങളുടെ എണ്ണം 11. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. ആ 11 അയ്മനാജത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 13 കൂടി കൂട്ടിയപ്പോൾ എത്രയാണ്? 13 + 11 24. അപ്പോൾ നല്ലതാ. 24 എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കില്ലേ? അപ്പോൾ എനിക്ക് വൈഷ്ണവിസം നല്ലതാണ്. വൈഷ്ണവിസത്തിൽ 36 അക്ഷരങ്ങളുടെ എണ്ണം. അയ്മനാജത്ത് എന്ന പേരിലോ 33. 36ഉം 33ഉം കൂടി ചേർന്നപ്പോൾ 69. 69 എന്നാൽ 9 × 15. 15 എപ്പോഴും ആക്റ്റീവാണ്. മുകളിൽ 24 കിടപ്പുണ്ട്. അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിയപ്പോൾ 24. 6ആണ്, ശുക്രനാണ്, വീനസാണ്, ആക്റ്റീവാണ്, ചുറുചുറുക്കാണ്, കർമ്മനിരതയാണ്. അതുപോലെ തന്നെ 69 കൂട്ടിയപ്പോഴും 9 × 15. അങ്ങനെ എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി. ഇത് രണ്ടും കൂട്ടുമ്പോഴോ 24ഉം 69ഉം കൂടി കൂട്ടുമ്പോൾ 93. 36 ഉന്മേഷത്തെ കാണിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. ഈ വൈഷ്ണവത്തിൻ്റെ 33 കാര്യം നിങ്ങൾക്കറിയാം, മഹാലക്ഷ്മിയുടെ നമ്പറാണ്. അതെൻ്റെ പേരാണ്. പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണത്. നിങ്ങളുടെ പേരിൽ 33 ഇല്ലെങ്കിൽ 33 ആക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ എല്ലാവർക്കും 33 യോജിച്ചതല്ല.
നെഗറ്റീവ് വൈബ്രേഷൻസ് വരാതെ വേണം 33ലേക്ക് കയറാൻ. അല്ലെങ്കിൽ പിന്നെ ഈ ന്യൂമറോളജി തെറ്റാണെന്ന് നിങ്ങൾ പറയുള്ളൂ. പ്രോണോളജി കൂടി നോക്കണം. അപ്പോൾ അക്ഷരങ്ങളുടെ എണ്ണമായ 24ഉം വാല്യൂ ആയ 69 കൂടി കൂട്ടുമ്പോൾ 93. 93 ആകുമ്പോൾ 9 3 12. വളരെ നല്ലതാണ് 93. അപ്പോൾ വൈഷ്ണവിസവും ഞാനുമായിട്ട് അയ്മന അജിത്ത് എന്ന പേരിലുള്ള ഞാനുമായിട്ട് യോജിപ്പാണ്. ഈ 69 വന്നാൽ, അതായത് അയ്മന അജിത്ത് എന്നുള്ള പേരിൻ്റെ 33ഉം വൈഷ്ണവിസത്തിലെ 36 കൂടി വന്നാൽ, അത് 69 വന്നാൽ ഉള്ള പ്രത്യേകത ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും സന്തോഷം, വിജയം, സഹകരണം, നേട്ടങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ വൈഷ്ണവസത്തിൽ എങ്ങനെയാണ് ഓപ്പോസിറ്റ് സെക്സ്? അതിലുള്ള ദേവതകളെ എടുക്കണം. നമ്മൾ ദേവതകളുടെ അല്ലേ ചർച്ച ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ആരാധിക്കുന്ന ലക്ഷ്മി ദേവിയെ എടുത്തു. ലക്ഷ്മി ദേവിയുടെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 11, അയ്മന അജിത്തിൻ്റെ 13. 13ഉം 11ഉം കൂട്ടുമ്പോൾ അവിടെ 24ആണ്. അപ്പോൾ ലക്ഷ്മി ദേവിയിൽ നിന്ന് എനിക്ക് ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കും. പല ആൾക്കാരും ലക്ഷ്മി ദേവിയെ ആരാധിക്കാറില്ല. ആരാധിച്ചാൽ തന്നെ അതിന് മൂലമന്ത്രം അറിയില്ല, പ്രയോജനം കിട്ടാറുമില്ല. കാരണം ആളറിയാതെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ലക്ഷ്മി ദേവിക്ക് പല പല ഭാവങ്ങളുണ്ട്, അതെല്ലാം അറിയുക. ലക്ഷ്മി ദേവിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 11, പിന്നെ വാല്യൂ എത്രയാണ്? 35. അയ്മന അജിത്തിൻ്റെ പേരിനകത്ത് 33. 35ഉം 33ഉം കൂടി കൂട്ടുമ്പോൾ 68. 8 ഓർ 14, 4 1 5. 14 വന്നാൽ, അതായത് 68 വന്നാൽ, 5 വന്നാൽ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക നേട്ടം. ഞാൻ പഠിച്ച വിദ്യ ഇവിടെ വന്ന് നിങ്ങൾക്ക് തരുന്നു. പിന്നെ അല്ലാതെ ഇവിടെയുണ്ട്. എനിക്കിതിലൂടെ സാമ്പത്തികം കിട്ടുന്നുണ്ടല്ലോ. ദക്ഷിണയായിട്ടും പിന്നെ പേരിടുമ്പോൾ പ്രത്യേകമായ ഫീസും മേടിച്ച് എനിക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ലക്ഷ്മി ദേവി ഞാനുമായിട്ട് ലോഹിയാൻ്റെ പേരിൽ 24 വന്നത്. 24 അവേഴ്സും വർക്ക് ചെയ്യുന്നില്ല. 24 അവേഴ്സ് ഇല്ല. ഈ ഒരു ദിവസം 24 മണിക്കൂറുള്ളതിനകത്ത് ഉറക്കത്തിൽ നിന്നും ഞാൻ കടമെടുത്തുകൊണ്ട് 18 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രായത്തിൽ ഉറക്കത്തിൽ നിന്നും കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട്, അവേഴ്സ് കുറച്ചുകൊണ്ട് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നു കർമ്മത്തിലേക്ക്. എത്ര ജോലി ചെയ്താലും തീരത്തില്ല. ഇങ്ങനെ ഡെയിലി എൻക്വയറി വരുന്നു, ദക്ഷിണ അടയ്ക്കുന്നു, ഫീസ് അടയ്ക്കുന്നു, പേര് മാറ്റുന്നു, കമ്പനികൾക്ക് പേര് മാറ്റുന്നു. അങ്ങനെ എപ്പോഴും 24 എന്നെ സംബന്ധിച്ച് വളരെയേറെ ഗുണം ചെയ്യും. പിന്നെ ഇവിടെ എല്ലാ റൂമിലും 24 എഴുതിയിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ബെഡ്റൂമിലും ഹാളിലും എല്ലാം ഇവിടെയുണ്ട്, ഈ മുറിയിലുണ്ട്. പിന്നെ വീഡിയോ അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള വീഡിയോ ആയിട്ട് കാണിക്കുന്നത്, അതും ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്കും അതൊക്കെ ചെയ്യാം. ഡയറക്ഷൻ തെറ്റിയെന്ന് 24 എഴുതരുത്. എഴുതി കഴിഞ്ഞാൽ അതും സാമ്പത്തിക ചോർച്ച ഉണ്ടാകും. ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന്, മഹാലക്ഷ്മിയിൽ നിന്ന് എനിക്ക് ഗുണം. മഹാലക്ഷ്മിയുടെ വളയെ ഇട്ടിരിക്കുന്നത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് പ്രത്യേക മന്ത്രമുണ്ട്. പ്രത്യേക മന്ത്രം മഹാലക്ഷ്മിയുടെ. വെറുതെ കടയ്ക്ക് കാണുന്ന കല്ലെല്ലാം മേടിച്ച് ചെക്ക് ചെയ്യാതെ നല്ലതാണോ ഇല്ലയോ നോക്കാതെ നെഗറ്റീവ് ഡേയ്സിലൊക്കെ മേടിച്ച്, ഓൺലൈനിൽ ഇതൊക്കെ കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ലൊരു ഡേറ്റിൽ മേടിച്ചതെന്ന്? നല്ല ഡേറ്റിൽ മേടിച്ചിട്ട് ഇത് പ്രോസസ്സ് ചെയ്യണം, അല്ല വെറുതെ മേടിച്ചിടരുത്. അപകടമാണ്, ഗുണം കിട്ടത്തില്ല. പിന്നെ പറയുമോ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടിട്ടൊന്നും ഒരു രക്ഷയില്ലെന്ന് പറയും. ഇതിനുള്ള മൂലമന്ത്രമുണ്ട്. എന്നും ഞാൻ ഇത് വൈകിട്ട് കിടക്കുമ്പോൾ പൂജാമുറിയുടെ അവിടെ അഴിച്ചു വെക്കും. രാവിലെ എഴുന്നേറ്റ് ഗുളികയും കഴിഞ്ഞിട്ട് പ്രത്യേകമായ രീതിയിൽ ചില പ്രോസസ്സ് ചെയ്ത് മന്ത്രം ജപിച്ചുകൊണ്ടേ ഇത് ധരിക്കുള്ളൂ. അതിൻ്റെ ഗുണം കിട്ടുന്നു. നിങ്ങൾക്കും ഇതൊക്കെ ആകാം. ഇനി 68 വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളിലൂടെ നമുക്ക് നേട്ടം കിട്ടുന്നു. പിന്നെ എനിക്ക് 68 വന്നു കഴിഞ്ഞാൽ ഈ ബാങ്കിങ് മേഖലയൊക്കെ നല്ലതാണ്. ഒരു പ്രൈവറ്റ് ബാങ്കൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയേറെ വിജയം കിട്ടും. വ്യവസായം നടത്തിയാലും കിട്ടും. 68 വന്നാൽ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അക്ഷരങ്ങളുടെ എണ്ണമായ 24ഉം 68ഉം കൂടി കൂട്ടുമ്പോൾ, വാല്യൂ ആയ 68ഉം കൂടി കൂട്ടുമ്പോൾ 92. 92 വന്നാൽ ഉയർച്ചയും താഴ്ചയും. ഉയർച്ച, നമ്മുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും, താഴ്ച ഉണ്ടാകും. പക്ഷേ ഞാൻ വ്യവസായിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്കിത് ബാധകമല്ല. എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ഓരോ ആൾക്കാർക്കും പ്രത്യേകമാണ്. പക്ഷേ ഈ കോമൺ ആയിട്ട് ഈ 92 എന്ന ഫിഗർ വന്നാൽ ഉയർച്ചയും താഴ്ചയും പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല പല കാര്യങ്ങളുമുണ്ട്. പിന്നെ ഞാനെപ്പോഴും കണ്ടില്ല, ഇതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. ഇവിടെ കൺസൾട്ടേഷൻ സമയത്തും ഉണ്ടാകും. എൻ്റെ അനിമലാണ് ഉണ്ടോ, റാറ്റിൻ്റെ കയ്യിൽ കണ്ടില്ലേ ഗണപതിക്കുള്ള, നമ്മുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള ഗണപതിക്കുള്ള മോദകം കൂടിയുണ്ട്. മോദകം
നിങ്ങൾക്ക് കാണാമായിരിക്കാം. അപ്പോൾ തൊഴിലിനെ ആശ്രയിച്ച് വേണം ഇതൊക്കെ പരിഗണിക്കാൻ. മഹാലക്ഷ്മിയുടെ ഇനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് 24 വൈഷ്ണവശത്തിൻ്റെ അതെ 11ഉം 13ഉം കൂടി കൂട്ടുമ്പോൾ 24 ടോട്ടൽ വാല്യൂ ആയ 69 കൂടി കൂട്ടണം. വൈഷ്ണവശത്തിൻ്റെ വാല്യൂ 36, ഐമൻ അജിത്ത് 33, 69 കൂടി കൂട്ടുമ്പോൾ 93 വന്നു. 93 എന്നാൽ 9 3 12. അത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. 93 ഭാഗ്യം കിട്ടും, ഭാഗ്യമുണ്ടാകും, കീർത്തി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. ഞാൻ വലിയ പ്രശസ്തനൊന്നുമല്ല എങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ പ്രശസ്തനാണ്. പക്ഷേ സമൂഹ മധ്യത്തിലേക്ക് പ്രോണോളജി പ്രചരിപ്പിച്ചതിൽ ചരിത്രം പറയും, എന്നെക്കുറിച്ച് പറയും. സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഒരു വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലായിക്കോട്ടെ നെഗറ്റീവ് വൈബ്രേഷൻസും പോസിറ്റീവ് വൈബ്രേഷൻസും ഉണ്ടെന്ന് സമൂഹ മധ്യത്തിലേക്ക് മലയാളികളുടെ ഇടയിലേക്ക് ഞാൻ തന്നെയാണ് തന്നത്. വടക്കേ മറ്റുള്ള ഭാഷയിൽ എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾക്കെതിരായിട്ട് അറിവില്ലാത്ത കാര്യം വന്ന് ചില നെഗറ്റീവ് കമൻറ്റൊക്കെ പറഞ്ഞിരുന്നത്. അതിനായിട്ട് എത്ര തെളിവ് തന്നിരിക്കുന്നത്, ഇനിയും തെളിവ് തന്നുകൊണ്ടിരിക്കും. ഇപ്പോഴതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. അപ്പോൾ അങ്ങനെ കീർത്തിയും പ്രശസ്തിയും കിട്ടും. നിങ്ങൾക്കും 93 ആക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ 21, അതിന് റൂട്ട് നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് ലെറ്റേഴ്സ് 24. 24 ആകുമ്പോൾ 4 2 6. ടോട്ടൽ വാല്യൂ 69. 9 6 15. 15 6 21. അത് ഏറ്റവും നല്ലതാണ്. 21 ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രയാസം ഉണ്ടാകും. അത് ആ 2ൻ്റെ 21 എന്നാൽ 22 ഒന്നുമല്ലേ, 2 ചന്ദ്രനെ സൂചിപ്പിക്കുകയാണ്. ചന്ദ്രൻ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉയർച്ചയുണ്ടാകും, പിന്നെ താഴ്ചയുണ്ടാകും. പക്ഷേ 2 കഴിഞ്ഞിട്ട് 1 വന്നത്. 1 സൂര്യനാണ്, ചൂടാണ്. ചന്ദ്രൻ തണുപ്പായെങ്കിലും ഈ സൂര്യൻ്റെ ചൂട് കണ്ട് നമുക്ക് വീണ്ടും പ്രശസ്തിയിലേക്ക് പോകും. ഞാൻ എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഇത് പഠിച്ചത്. ഞാൻ ആക്ച്വലി സത്യത്തിൽ ന്യൂമറോളജി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ തീസിസ്, ഈ പ്രബന്ധവും ഗവേഷണത്തിലൂടെ കിട്ടിയതാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, എങ്ങൊന്നും കാണാതെ പഠിച്ചതല്ല. ഇതാദ്യമായിട്ട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇത് കേൾപ്പിക്കാൻ എനിക്ക് സാധിച്ചതിൽ അങ്ങേയറ്റം അതീവ സന്തോഷവാനാണ് ഞാൻ. 21 വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈശ്വരവിശ്വാസം ഉണ്ടാവും ഈ 21 വന്നാൽ. കാരണം സൂര്യനും ചന്ദ്രനും കൂടിയല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് വൈഷ്ണവസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ശൈവസിദ്ധമുണ്ട്, ശൈവസിദ്ധാന്തം. ശൈവസിദ്ധത്തിന് 8 ലെറ്റേഴ്സുള്ളത്. ഐമനാജ്യത്തിനോ 13. 13 തൊട്ട് എത്രയാണ്? 21 വീണ്ടും വന്നു. ഇവിടെയുണ്ട്, അനുകൂലമാണ്. ഈശ്വരവിശ്വാസമൊക്കെ നല്ലതാണ്, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കും. ഈ ന്യൂമറോളജിയിലൂടെ എത്രയോ പേർക്ക് ഞാൻ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട്, പേരിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടൊക്കെ എത്രയോ പേർക്ക്. അപ്പോൾ ആ 21 വന്നതിൻ്റെ പേരിലാണ്. ശൈവസിദ്ധാന്തവും എനിക്ക് നല്ലതാണ്, ശൈവിസം നല്ലതാണെന്ന്. ഇനി ശൈവിസത്തിൻ്റെ വാല്യൂ 24, ഐമൻ അജിത്ത് 33. ടോട്ടൽ എത്രയാണ്? 57 വന്നു. 57ൻ്റെ പ്രത്യേകതയും അനുസ്യൂതം പ്രവർത്തിച്ച് കണ്ടിന്യൂസ് ജോബ് ഓർ സ്റ്റഡി അങ്ങനെ വന്ന് നമുക്ക് പ്രശസ്തിയിലേക്ക് പോകാൻ പറ്റും. അതാണ് 57ൻ്റെ പ്രത്യേകത. അതിലുപരിയായിട്ട് നമുക്ക് വാഗ്മിത്വം കിട്ടും. വാഗ്മിത്വം എന്നാൽ ഈ അലവല ചലമ്പൊന്നും നമ്മൾ പറയത്തില്ല. നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മൾ ആരെ പറ്റിയെങ്കിലും കുറ്റം പറയാറുണ്ടോ? ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. നടന്ന സംഭവങ്ങൾ മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൻ്റെ സബ്ജക്റ്റ് മാറ്റി ഇവിടെ നടക്കുന്ന ഈ 2025 ഇഷ്ടംപോലെ കൊലപാതകം നടക്കുന്നുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഒരു ഡേർട്ടി സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും കയറി പോലീസിനേക്കാളും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും ഉപരിയായിട്ട് യൂട്യൂബേഴ്സ് വന്ന് പറയുകയാണ്, സത്യാവസ്ഥയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടേതായ ബുദ്ധിയിലാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് സയൻസിൻ്റെ തെളിവോടുകൂടി തന്നെയാണ് പറയുന്നത്, അനുഭവങ്ങളുടെ തെളിവോടുകൂടിയാണ് പറയുന്നത്. അതാണ് നമുക്ക് ഈ 21 വന്നു കഴിഞ്ഞാൽ 57 വന്നാൽ ഈ ചലപല പരിപാടിക്ക് പോകത്തില്ല. നമുക്ക് നമ്മളുടേതായ ഒരു നിലവാരം എപ്പോഴും ഉണ്ടാകും. പിന്നെ നിലവാരമില്ലാത്ത ചില ആൾക്കാർ നേരത്തെയൊക്കെ മുൻകൂർ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിരുന്നത് അവർക്കറിയില്ല. ഇപ്പോൾ അവർ മനസ്സിലാക്കി. പിന്നെ അവർക്ക് നല്ല മറുപടി കൊടുക്കാൻ കാരണം എൻ്റെ പേരിൽ 13 ലെറ്റേഴ്സ് ഉണ്ട്. രാഹുവാണ്. രാഹുകാരൻ അടങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ട് പോയി തോണ്ടത്തൊന്നുമില്ല. രാഹു മീൻസ് പാമ്പല്ലേ. പാമ്പ് ഇങ്ങോട്ട് വന്ന് കടിക്കുമോ? ഇല്ല. പാമ്പിനെ അടുത്തേക്ക് എന്നാലേ പാമ്പ് കടിക്കുള്ളൂ. അതുപോലെയാണ് നെഗറ്റീവ് കമൻറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം
അങ്ങോട്ട് നമ്മൾ മറുപടി കൊടുക്കും വ്യക്തമായ രീതിയിൽ, അനാവശ്യം പറയാതെ തന്നെ. ഇനി ശൈവത്തിൻ്റെയും ഐമരാജ്യത്തിൻ്റെയും അക്ഷരങ്ങളുടെ എണ്ണമായ 21 വാല്യുവായ 57 കൂടി കൂട്ടുമ്പോൾ 78 വന്നു. 8 15, 5 6, ചുറുചുറുക്ക്, ശുക്രൻ. ഇവർക്ക് ഈ 78 വന്നാലുള്ള ഒരു വിഷയം ഏകാന്തത ഇഷ്ടമായി, ഈശ്വരവിശ്വാസം, ആത്മീയതയൊക്കെ ഉണ്ടാവും. ആ 7 8 കൂടി ഇരുന്ന് നമ്മളെപ്പോഴും പറയുന്ന വീഡിയോയിലകത്ത് 7 8 അപകടകാരിയാണ് പറയാറുണ്ട്. ശരിയാ, തെളിവുണ്ട്. അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേന, ആ പേന കൊണ്ട് നമുക്ക് ഒരാളെ കുത്തിക്കൊല്ലാൻ പറ്റും അല്ലേ? കണ്ണിനിട്ട് ഒരു കുത്തു കൊടുത്താൽ പോരെ, വയറിനിട്ടൊരു കുത്തു കൊടുത്താൽ പോരെ. പക്ഷേ ഇതുകൊണ്ട് തൂലിക ചലിപ്പിച്ച് പ്രശസ്തിയിലേക്ക് പോകത്തില്ല, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പഠിച്ചവർ, നിങ്ങളുടെ പേരിൽ 7 8 ഇതൊക്കെ ഉണ്ടെങ്കിൽ, പേരിൽ ഏതെങ്കിലും രീതിയിൽ സാന്നിധ്യമുണ്ടെങ്കിൽ, അക്ഷരങ്ങളുടെ എണ്ണമോ വാല്യൂ എന്തെങ്കിലും 7 16 25 ആ ശ്രേണിയിൽപ്പെട്ടതാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. അതാണ് ഈ കെടുതി വരുന്നത്. ഈ സ്ഥിരമായിട്ട് ഇത് കണ്ടു നോക്കുക. അപ്പം നമുക്ക് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളിലേക്കൊക്കെ ഓരോന്നും അതായത് 1 by 1 ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ 78 വന്നാൽ ഇവർക്ക് ഏകാന്തതയായിരിക്കും എപ്പോഴും. വിധിയിൽ വിശ്വാസം ഉണ്ടാകും. എനിക്ക് വിധിയിൽ വിശ്വാസമുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ വിധി ഇങ്ങനെയാണ് ഈ ജന്മത്തിൽ. എൻ്റെ ഒരു പരിചയക്കാരൻ, പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും പറയും. ഞാൻ കാണിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ പട്ടികളെ വിളിക്കില്ല, പണ്ടൊക്കെ പട്ടികളെ ഇങ്ങനെ വിളിക്കുന്നത്. അതുപോലെ ഇതൊക്കെ എൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മാനസികത. ഞാൻ ആളാരാണെന്നറിയാമോ ഇങ്ങനെ പറയുന്നത്? എൻ്റെ രീതിയല്ല കേട്ടോ. ഞാൻ ഒരിക്കലും കൈയെടുത്ത് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാറില്ല. ഞാൻ ആളാരാണെന്നറിയോ? ഞാൻ ചെന്നു, എൻ്റെ ബുദ്ധി അങ്ങ് പ്രവർത്തിച്ചു. ഇതാണ് പുള്ളിയുടെ സ്റ്റൈല്. ഞാൻ ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല. വിധിയാണ്, വിധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. ആ വിധിക്കപ്പെട്ട കാര്യങ്ങളെ ഉപബലകമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുവെന്ന് മാത്രം, അത് അറിഞ്ഞുകൊണ്ട്. പിന്നെ ഒന്നിനോടും അമിതമായ കമ്പം വരത്തില്ല 78 വന്നാൽ. സത്യം, എനിക്ക് ഒന്നിനോടും അമിതമായ കമ്പമില്ല. അത്യാവശ്യം ആഹാരം കഴിക്കണം, ഇങ്ങനെ ഇരിക്കണം. മറ്റുള്ളവരെ അങ്ങനെ തീർച്ചയായും ബോധ്യപ്പെടുത്താനുള്ള ഒരു രീതി ഞാൻ നിൽക്കാറുമില്ല. ഏകാന്തതയാണ് എനിക്കിഷ്ടം. എനിക്ക് എത്രയോ ആൾക്കാർ പരിചയക്കാരുണ്ട്, ഒരു വ്യക്തി സുഹൃത്തുക്കളില്ല. ഞാൻ ഓപ്പണായിട്ട് പറയണം, സുഹൃത്തുക്കൾ ആരുമില്ല എനിക്ക്. എന്നാൽ എല്ലാവരും പരിചയക്കാരാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ നമ്മളുടേതായ അനുദിന കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുക, പറയുക, ക്ഷേമാന്വേഷണം നടത്തുക, വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ടൂർ പോകുക, അതല്ലേ. ഞാൻ അതൊന്നുമില്ല. സുഹൃത്തുക്കൾ എനിക്കില്ല. കാരണം 78-ൻ്റെ പ്രത്യേകതയാണ്. അവർക്ക് ഒരു കാരണവശാലും ഫ്രണ്ട്സ് അമിതമായിട്ട് ഉണ്ടാകത്തില്ല. ഞാൻ ഏകാന്തവാസമാണ്. എൻ്റെ കുടുംബത്തിൽ പോലും അധികം സംസാരിക്കാറില്ല. ഉടക്കൊന്നുമില്ല കേട്ടോ, വഴക്കൊന്നുമില്ല. അവർക്ക് സമയമില്ല, എനിക്ക് ഒട്ടും സമയമില്ല. ഞാനിവിടെ നമ്മുടെ ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും വാസ്തു കാണാൻ പോകും. ആരും എനിക്ക് സുഹൃത്തുക്കളില്ല. 78-ൻ്റെ പ്രത്യേകതയാണ്. അത് നല്ലതായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് എടുക്കേണ്ടത് 18 മിനിറ്റ്. ഗണപതി ശിവൻ്റെയും പാർവതിയുടെയും സന്താനമാണെങ്കിലും വൈഷ്ണവിസത്തിലുമുണ്ട്, ശൈവ സിദ്ധാന്തത്തിലും രണ്ടിലും ഗണപതിയെ പരിഗണിച്ചിട്ടുണ്ട്. വടക്കേന്ത്യക്കാർ ഗണപതിയെ വൈഷ്ണവിസത്തിൽ തന്നെ എടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ തൊട്ടുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നൊരു വാക്കും കൊടുത്തിട്ടുണ്ട്. ഗണപതിക്ക് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ മറ്റൊരു ചൊല്ലും കൂടിയുണ്ട്. ആദിത്യം ഗണനാഥം ച ലക്ഷ്മി രുദ്രം ച കേശവം. ആദിത്യ ഭഗവാനെ ആരാധിക്കുന്ന ആദ്യമേ ഒരു ചൊല്ല്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. ആദിത്യം സൂര്യഭഗവാനെ, കൺകണ്ട ദൈവമായ സൂര്യഭഗവാനെ ആരാധിച്ചിട്ട് വേണം. ആദിത്യം ഗണനാഥം, ഗണനാഥം എന്നാൽ ഗണപതി. ച ലക്ഷ്മി, ച എന്നാൽ വിത്ത്, കൂടെ ലക്ഷ്മി ദേവി. രുദ്രം ച കേശവം, രുദ്രനെ ആരാധിച്ചതിന് ശേഷം, രുദ്രൻ മീൻസ് മഹാദേവനെ ആരാധിച്ചിട്ട് വേണം മഹാവിഷ്ണുവിനെ ആരാധിക്കാനെന്നുണ്ട്. അപ്പോൾ ഗണപതിയെ തൊട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് മറ്റൊരു കാര്യമുണ്ട്. പുരാണങ്ങളിൽ ഇങ്ങനെയുള്ള ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവരോട്ട് പറയണമെന്നുമില്ല. ഞാനിതെൻ്റെ അഭിപ്രായമൊന്നുമില്ല. ഇതൊക്കെ ഇതിനകത്തുള്ള ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദിത്യ ഭഗവാനെ ആദ്യമേ ആരാധിക്കുക. ആ ഓം രം രവേ നമ എന്നുള്ള കാര്യം. പിന്നെ ഗണപതിക്ക് നിങ്ങൾ പല ആൾക്കാരും ഗണപതിയെ ആരാധിക്കാറുണ്ടാവും. കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങൾ പൊതുവേ കുറവാണ്. പൊതുവേ ഇല്ലെന്നല്ല, കൊട്ടാരക്കൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പഴവങ്ങാട് ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗണപതി ഭഗവാനെ നിങ്ങൾ ഏത് രീതിയിൽ ആരാധിക്കുന്നു? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ അയ്മനാജിത്ത് എന്നുള്ള പേരിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ന്യൂമറോളജിസ്റ്റ്, ക്രോണോളജിസ്റ്റ്, അല്ലെ വാസ്തു കൺസൾട്ടൻറ്റ്, അല്ലെ ഫെങ്ഷയുടെ ആളെന്ന നിലയിലാണ്. എൻ്റെ ഭാര്യ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, എൻ്റെ മക്കൾ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഓരോരോ ഭാവങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു അച്ഛനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവാണ്, കുട്ടികളുടെ മുമ്പിൽ അച്ഛൻ, ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാറായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങൾ അനുസരിച്ച് കൊണ്ട് വേണം പെരുമാറാനായിട്ട്. ഗണപതി ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നവർക്ക് പല ആൾക്കാർക്കും വലിയ മെച്ചം കണ്ടിട്ടില്ല. പക്ഷേ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ദൈവമാണ്. ആ ഭഗവാന്റെ ഭാവം ആദ്യമേ മനസ്സിലാക്കണം. ഭാവം എങ്ങനെ മനസ്സിലാക്കും? അത് നമുക്ക് ന്യൂമറോളജിയിലോട്ട് എടുക്കാൻ പറ്റും. ഏത് ഭാവത്തിൽപ്പെട്ട ദൈവമാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. ഗണപതിക്ക് എൻ്റെ അറിവിൽ 32 ഭാവങ്ങൾ. എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഒരാൾ പറഞ്ഞു, അല്ല സാറേ 72 ഭാവമുണ്ടല്ലോ, ഏതൊക്കെയാണെന്ന് അറിയാമോ എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിച്ചു. അത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞതാണ് 72 ഭാവമുണ്ടെന്ന്. എനിക്ക് 32 ഭാവങ്ങളെപ്പറ്റി അറിയാം. ആ 32 ഭാവത്തിലുള്ള ദേവതകളുടെ മൂലമന്ത്രങ്ങളും അറിയാം. എൻ്റെ അറിവിലുള്ളതാണ്. ഈ അറിവ് പൂർണ്ണമൊന്നുമല്ല, വേറെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ 32 ഭാവങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. അതിലേത് ഗണപതിയാണ് നല്ലതെന്ന്. ഞാൻ അത്യാവശ്യം ഗണപതി ഭഗവാനെ കുറച്ച് നാൾ ആരാധിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട്. മൂലമന്ത്രം എന്നും ജപിക്കും. സ്ഥിരമായിട്ട് അങ്ങനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാറില്ല. രാവിലെ ഒരു ഒറ്റ തവണ മൂലമന്ത്രം ജപിക്കും. അടുത്ത നന്ദിയും പറയും, താങ്ക്സ്. അപ്പോൾ ഗണപതി ഭഗവാനിൽ ഒരു ഭാവമാണ് ഞാൻ ആരാധിച്ചിരുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും കാര്യസിദ്ധി വന്നാൽ, കാര്യസിദ്ധിക്ക് തടസ്സം വന്നാൽ, ഒരു കാര്യം നേടണം, തടസ്സമാണ്. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് അങ്ങനത്തെ കേസ് ഉണ്ടായിട്ടില്ല, ഒരു വസ്തു തർക്കം ഉണ്ടായി, അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ജോലിക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യത കുറവ്, എൻ്റെ മോളുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെ മകന് ജോലി കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ കാര്യസിദ്ധിക്ക് തടസ്സം വന്നാൽ ക്ഷിപ്രപ്രസാദ ഗണപതി ഏറ്റവും നല്ലതാണ്. ഇതൊന്നും നിങ്ങൾക്കൊന്നും ആരും പറഞ്ഞു തരത്തില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാം ഉറപ്പാണ്. വേണം പറയും ഗണപതി ആരാധിച്ചോളം പറയും. ഏത് ഗണപതി എന്ന് നിങ്ങൾക്ക് ചോദിക്കേണ്ട അറിയത്തുമില്ല. അപ്പോൾ ക്ഷിപ്രപ്രസാദ ഗണപതി ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് നല്ലതാണ്. അപ്പോൾ ചോദിക്കും ന്യൂമറോളജി ക്ലാസ്സിന് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കും. ഇതൊരു പഠന ക്ലാസ്സാണ്. നമുക്ക് എല്ലാം പരത്തി പഠിച്ച് പോയാൽ മതി. പറഞ്ഞില്ലേ, നമുക്ക് നെഗറ്റീവ് ന്യൂസ് പറയുന്ന അങ്ങനത്തെ ഒരു ചാനലിലേ അല്ല. ഇത് നിലവാരം പുലർത്തുന്ന ഇതാണ്. എവിടെയും നമ്മൾ ന്യൂമറോളജിയിലൂടെ കണക്ക് കൂട്ടണം. അത് പഠിപ്പിക്കില്ലേ നിങ്ങൾ. അപ്പോൾ ക്ഷിപ്രപ്രസാദ ഗണപതിക്ക് ടോട്ടൽ നമ്പേഴ്സ് 23. എൻ്റെ പേരിൽ അയ്മനാജ്യത്തിന് 13, 23, 13, 36 എന്ന് പറഞ്ഞാൽ സൂപ്പറല്ലേ, ഗംഭീരമല്ലേ, നല്ല ഉയർച്ചയിലേക്ക് പോകുമല്ലേ. 3, 6, 9 അല്ലേ, അത് നല്ലതാണ്. അപ്പോൾ എനിക്ക് ഇനി ക്ഷിപ്രപ്രസാദ ഗണപതിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 71. ആ 71 ക്ഷിപ്രപ്രസാദ ഗണപതിയുടെ വാല്യൂ ആയ 71 അയ്മനാജ്യത്തിൻ്റെ 33 കൂടി ചേരുമ്പോഴും 104. 104 എന്നാൽ 1 + 4 എത്രയാണ്? 5. അവിടെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. പൊതുവേ കാണുന്നത് എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് തടസ്സം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ എന്ത് വരാം. എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്കൊരു കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അവർ കമ്പനി മുങ്ങി. ഒരു ഹൈദരാബാദുകാരനാണ്, തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറ്റിച്ചിട്ട് പോയി കൂടെ. അപ്പോൾ ആ സാമ്പത്തികമായിട്ട് നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുറച്ച് ഭാഗ്യമായി ചെറിയ തുകയെ കിട്ടിയുള്ളൂ. അപ്പോൾ അപ്പോൾ 5 എനിക്ക് ഏറ്റവും നല്ലതാണ്. 5 അല്ല, എൻ്റെ ക്ഷിപ്രപ്രസാദ ഗണപതിയുടെ പേരിൻ്റെ വാല്യൂ ആയ 71 എൻ്റെ പേരും കൂടി കൂട്ടിയപ്പോൾ 104 കിട്ടിയപ്പോൾ 5 വന്നു. ഇനി ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 36. അക്ഷരങ്ങളുടെ എണ്ണം 36, 104 കൂടി വന്നപ്പോഴെത്രയാണ്? 36 + 104, 140 വന്നു. 140 എന്നാൽ 1 + 4 5. അപ്പോൾ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചിരുന്നു. അത് താൽക്കാലികമായിട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നീട് ആ ഭഗവാന്റെ ഇത് അങ്ങനെ ജപിക്കാറില്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമല്ലോ, ധൃതപാശാങ്കുശകൽപ്പലതാ സുഗന്ധച്ഛ ബീജപുരയുധ ശശിശകലകലിത മൗലിസ്ത്രിലോചനോ രുണാച്ഛ ഗജവദന. അതാണ് ക്ഷിപ്രപ്രസാദ്. അതൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട്. അത് 2 ലൈൻ പാടിയെന്നേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജപിച്ചു, നിങ്ങളുടെ കാര്യസാധ്യതകളൊക്കെ സാധിക്കും. ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് കിട്ടും ഫലം. പിന്നെ മറ്റൊരു ഗണപതിയെ ആരാധിച്ചിരുന്നു. നമ്മളുടെ ഈ മേഖലയായതുകൊണ്ട് എനിക്ക് ഓർമ്മശക്തി വേണം പല കാര്യങ്ങൾക്കും.
ഓരോ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ വേണം. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ബുദ്ധിയെ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ജപിക്കാനൊക്കെ ഒരു ബുദ്ധി വേണ്ടേ, അല്ലാതെ പറ്റത്തില്ലല്ലോ. പിന്നെ പാണ്ഡിത്യം വർദ്ധിക്കണം. എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കൾട്ട് സയൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലതായിരിക്കും കേട്ടോ. ഇതും നല്ലതാണ്. അതായത് ഈ നിഗൂഢശാസ്ത്രം, വാസ്തുശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും. ധ്വജഗണപതി 2. ആ ധ്വജഗണപതിയുടെ അക്ഷരങ്ങളുടെ എണ്ണം 14. ഐമരാജ്യത്തിൻ്റെ പേരിലോ 13. 14, 13, 27, 7, 9 നല്ലതാണ്. എപ്പോഴും 9ൻ്റെ മഹാത്മ്യം നിങ്ങൾക്കറിയാലോ. സൂപ്പർ നമ്പറല്ലേ, മുന്നോട്ട് പോകേണ്ട നമ്പറല്ലേ. പക്ഷേ 9 എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ, അതും പറയാം. എനിക്ക് നല്ലതാണ്. എൻ്റെ ഫേറ്റ് നമ്പർ 9. എൻ്റെ ഫേറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കൂട്ടുമ്പോൾ എനിക്ക് 27 വരുന്നത്. ആ 27 എന്നെ സഹായിക്കുന്നു. ഫേറ്റ് നമ്പർ എൻ്റെയും കൂടി ആയതിൻ്റെ പേരിൽ. ഇനി ധ്വജഗണപതിയുടെ അക്ഷരങ്ങളുടെ വാല്യൂ 42. ഐമരാജ്യത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 33. 33ഉം 42 കൂടി ചേരുമ്പോഴോ 75. 75 എന്ന് പറഞ്ഞാൽ 75, 75, 12, 2, 3. അത് വീണ്ടും ഗുണം ചെയ്തു 75. 75ഉം 27 കൂടി കൂട്ടുമ്പോൾ 102 വന്ന്. അക്ഷരങ്ങളുടെ എണ്ണമായ 27ഉം വാല്യൂ ആയ 75 കൂടി കൂട്ടിയപ്പോൾ 102. 102 മീൻസ് 2, 1, 3 അവിടെ വന്നു. 27ൻ്റെ 2 + 7 9. 75ൻ്റെ 7, 5, 12. 9, 12, 21. 21 നല്ല നമ്പരാണ്, നല്ല ഗംഭീര നമ്പരാണ്. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് നമ്മളെ തള്ളിക്കളയത്തില്ല. അത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നിഗൂഢശാസ്ത്രം പഠിക്കുന്ന ഇങ്ങനെയുള്ള ആത്മീയമായ സ്പിരിച്വലായിട്ടുള്ള തോട്ട്സ് ശക്തി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റേക്കിയൊക്കെ ചെയ്യാനായിട്ട് പല ആൾക്കാർ ആഗ്രഹിക്കുമല്ലോ. റേക്കി പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇതേ രീതിയിലൊക്കെ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്കും നല്ലതാണ്. സിദ്ധി ഗണപതി, ഇത് ഞാൻ ചെയ്യുമായിരുന്നു ആ മന്ത്രവും. സിദ്ധി ഗണപതിയുടെ പേരിൻ്റെ വാല്യൂ, അക്ഷരങ്ങളുടെ എണ്ണം 15. ഐമരാജ്യത്തിന് 13. 13ഉം 15ഉം കൂടി എടുത്തപ്പോൾ 28. 28 ഒരു മോശം നമ്പരാണ്, കൊള്ളില്ലാത്ത നമ്പരാണ്. 28, 29. പക്ഷേ ഇവിടെ കണക്ക് കൂട്ടിയപ്പോഴും സിദ്ധി ഗണപതി എൻ്റെയും കൂടി കിട്ടിയപ്പോൾ 28 വന്നു. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പേരിൻ്റെ വാല്യൂ എത്രയാണ്? 47. സിദ്ധി ഗണപതിയുടെ SIDEDHI ആണ് കേട്ടോ, സിദ്ധി ഗണപതി. 47. 33. 33 ഐമരാജ്യത്തിൻ്റെ വാല്യൂ. 33 കൂടി കൂട്ടിയപ്പോഴെത്രയാണ്? 80. ടോട്ടൽ ഈ 80ഉം 28ഉം കൂടി കൂട്ടുമ്പോൾ 108 വന്നു. അക്ഷരങ്ങളുടെ എണ്ണമായ 28ഉം വാല്യൂ ആയ 80ഉം കൂടി കൂട്ടിയപ്പോൾ 108. 108 എല്ലാത്തിനെയും ഭസ്മീകരിച്ചുകൊള്ളും. ഓംകാരമാണ്. അങ്ങനെ 28ൻ്റെ ഗതി കൂടി പൊക്കോളും. ആ സിദ്ധി ഗണപതിയെ ഞാൻ ഇടക്കാലം കണ്ട് ആരാധിച്ചിരുന്നു. മന്ത്രങ്ങൾക്ക് സിദ്ധി കിട്ടാൻ, സ്പിരിച്വാലിറ്റി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന വേളയിൽ പല ആൾക്കാർക്ക് ഇങ്ങനെ ഉറക്കം വരും. ഇങ്ങനെ ഉറക്കം വരുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ അതൊന്നുമില്ലാതെ ആലസ്യം മാറാനായിട്ട് പൂജിക്കുമ്പോൾ ഏതെങ്കിലും ദേവതയെപ്പറ്റി തന്നെ നമുക്ക് മെഡിറ്റേഷനിൽ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ അറിയാതെ ഉറങ്ങിപ്പോവുക, എല്ലാം മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ സിദ്ധി ഗണപതിയുടെ മന്ത്രം നല്ലതാണ്, ആരാധിക്കുന്നത് നല്ലതാണ്. നിങ്ങളിങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ മന്ത്രമാണല്ലോ, ആ പക്വചൂത ഫലപുഷ്പമഞ്ജരി ചേഷു ദണ്ഡതിലമോദകൈ സഹ. അതിന് ബാക്കിയുണ്ട്. ഇനി എൻ്റെ പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തി, സേവാമൂർത്തിയല്ല കേട്ടോ. സേവാമൂർത്തി ഉപാസനാമൂർത്തിയായിട്ട് വ്യത്യാസമുണ്ടെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. ഉപാസനാമൂർത്തിയെ കണ്ട് നമ്മൾ സേവ ചെയ്യിപ്പിക്കരുത്. അവനിട്ട് പോയി 2 കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കരുത്. ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യിപ്പിക്കരുത്. പല ആൾക്കാരും അറിവില്ലാതെ ഈ കുട്ടിച്ചാത്തനെ വെച്ച് ആരാധിച്ചുകൊണ്ട് കുട്ടിച്ചാത്തനോട് പറയും 2 കുപ്പി കള്ളും കൊടുത്തിട്ട് അവനെനിക്കിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഉപാസനാമൂർത്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ദൂഷ്യമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും അറിയില്ലാതെ ഓരോ ആൾക്കാർ ഓരോ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കും. അതായത് ഉപാസനാമൂർത്തിയും ഈ സേവാമൂർത്തിയും എപ്പോഴും 2 ആയിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം വൈഫ് എൻ്റെ ഒരു ഉപാസനാമൂർത്തിയാണെന്ന് വയ്ക്കുക. അല്ല വൈഫോ മകനോ വായിക്കോട്ടെ, അല്ല മകളോ വായിക്കോട്ടെ. അവരോടുള്ള സ്നേഹമല്ലല്ലോ പുറത്ത് പോയി എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് ഓർഡർ ചെയ്യുക, ഇവിടെ തൂത്ത് വരികയും പറമ്പിൽ കിളപ്പിക്കുക, അങ്ങനെ ചെയ്യൂ. അത് സേവാമൂർത്തിയായിട്ട് വരും. ജോലി ചെയ്യിപ്പിക്കുന്നതാണ്. അതാണ് വ്യത്യാസം. ഉപാസനാമൂർത്തി നമുക്ക് എപ്പോഴും മാർഗദർശിയായിരിക്കും. സേവാമൂർത്തി അങ്ങനെയല്ല, ഇടയ്ക്ക് നല്ല പണി തരും.
സേവാമൂർത്തി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ഒരു മൂർത്തിയായിരിക്കും. ഗണപതിക്ക് തന്നെയുണ്ട് കേട്ടോ. ഗണപതിയെയും സേവാമൂർത്തിയായിട്ട് എടുക്കുന്നവരുണ്ട്. ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയും. അതിശക്തമാണ് ഉച്ഛിഷ്ട ഗണപതി. ഉച്ഛിഷ്ട ഗണപതി ആരാധിക്കുന്ന ആൾക്കാർ, ഗണപതിക്ക് ഏറ്റവും കൂടുതൽ വൃത്തി വേണം. പക്ഷേ ഉച്ഛിഷ്ട ഗണപതി ആരാധിക്കുന്ന ആൾക്കാർ ആഹാരം കഴിച്ച കൈ കഴുകണമെന്നില്ല. കൈ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. ഇത് വാ കഴുകണമെന്നില്ല. തമിഴ്നാട്ടിലുണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന ആൾക്കാർ വളരെ ക്ഷീണിച്ച് ഒരു ഇതുമില്ലാതിരിക്കുക. പക്ഷേ ആത്മചൈതന്യം ഭയങ്കരമായിരിക്കും. അവരുടെ ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ ചൂളിപ്പോകും. ഈ ഇങ്ങനെയുള്ള ഉച്ഛിഷ്ട ഗണപതിക്ക് ആരാധിക്കുന്ന ആൾക്കാർ. അവിടെ നീല സരസ്വതി, ശനീശ്വരൻ, അഗ്നിദേവൻ്റെയൊക്കെ പ്രത്യേക രൗദ്രഭാവങ്ങളുള്ള ക്ഷേത്രമുണ്ട്. ചെന്നൈയിൽ തന്നെയാണ്. അപ്പം ഞാൻ ആരാധിക്കുന്ന ദേവി കരിങ്കാളി. ശൈവ സിദ്ധാന്തത്തിലാണ് കേട്ടോ. ശൈവിസത്തിലും ഉണ്ട്. എനിക്ക് എന്തായാലും ബേസിക്കായിട്ട് അപ്പുറത്തെ വൈഷ്ണവിസം ഉള്ളതിൻ്റെ പേരിൽ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് എനിക്ക് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ആ ദേവതയെ എടുത്തു, കരിങ്കാളിയുടെ അക്ഷരങ്ങളുടെ എണ്ണം 9, ഐവനാജ്യത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 9, 13 കൂടി ആയപ്പോൾ 22. 13 എന്ന് പറഞ്ഞാൽ രാഹുവാണ്. ഇത് രാഹു കടുപ്പപ്പെട്ടയാളാണ്. അതിനോടൊപ്പം തന്നെ പിടിവാശിക്കാരനാണ്. അതിനോടൊപ്പം തന്നെ കരിങ്കാളിയെ കൂട്ടുപിടിച്ചപ്പോൾ എനിക്ക് അല്പം കൂടി ദൃഢത കിട്ടി, മനോബലം കിട്ടി. പക്ഷേ ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുള്ളൂ. 13, 9 കൂടി ആയപ്പോൾ 22. മനോവീര്യം വർദ്ധിപ്പിക്കാൻ പറ്റും കരിങ്കാളി ആരാധിച്ചാൽ. ഇങ്ങനെ 22ഒക്കെ കിട്ടിയാലാണ് കേട്ടോ. 23 ആണെങ്കിൽ അതിൻ്റെ വേറെ ഫലം സാമ്പത്തികമാണ്. ഇനി കരിങ്കാളിയുടെ വാല്യൂ 17ആണ്. KRIM. കരിമല്ല, കരിമാണ്. കരിങ്കാളി 17. എൻ്റെ അക്ഷരങ്ങളുടെ ഐമനാജ്യത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 33. 33 17 കൂടി ചേർന്നപ്പോൾ എത്രയാണ്? 33 + 17. 33 + 43, 7, 50. അപ്പോൾ സാമ്പത്തികമുണ്ട് കരിങ്കാളി ആരാധിക്കുന്നതിൻ്റെ പേരിൽ. എന്നെ സംബന്ധിച്ച് മറ്റു കുഴപ്പമൊന്നുമില്ല. വലിയ കോടീശ്വരൊന്നുമല്ല, പക്ഷേ എനിക്ക് സാമ്പത്തികമുണ്ട്, എന്നും വരുമാനമൊക്കെ ഉണ്ട്, നല്ല ലെവലിൽ. കരിങ്കാളി. ഇനി കരിങ്കാളിയുടെ 50ഉം അപ്പുറത്തുള്ള 22 ഇല്ലേ അക്ഷരങ്ങളുടെ എണ്ണം? 22. 50ഉം 22 കൂടി കൂടുമ്പോൾ എത്രയാണ്? 5 × 2 7. 52. 50, 20, 70, 72. 72 വന്നാൽ അവിടെ 9 വന്നിട്ടുണ്ട്. 9 എൻ്റെ ഫേറ്റ് നമ്പറും കൂടിയിട്ടാണ്. എൻ്റെ അത് ഫേറ്റ് നമ്പർ മീൻസ് ഞാൻ ജനിച്ച ഡേറ്റും മാസവും വർഷം കൂടി കൂട്ടിയപ്പോൾ 9 എനിക്ക് അപ്പോഴും വീണ്ടും സപ്പോർട്ടായി. ഈ കരിങ്കാളിയമ്മയുടെ ആസ്ഥാനം പല സ്ഥലങ്ങളിലും ക്ഷേത്രം ഉണ്ടാവും. പക്ഷേ ആസ്ഥാനം വള്ളിയാങ്കാവ്, മുണ്ടക്കയത്തു നിന്ന് ഒരു 16 കിലോമീറ്ററോളം അകത്ത് ഒരു കാടിന് വഴി പോകണം. ഇപ്പോൾ അത് ടിയാനാൻ്റെ എസ്റ്റേറ്റാണ്, റബ്ബർ എസ്റ്റേറ്റാണ്. പഴയ കാലത്ത് കാടായിരുന്നു. വള്ളിയാങ്കാവിലാണ് ഈ കരിങ്കാളിയമ്മയുടെ ആസ്ഥാനം. നിങ്ങൾ ആരാധിക്കുന്ന ദേവതയുടെ ആസ്ഥാനം എവിടെയെങ്കിലും അറിയോ? അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് അറിയാമോ? എല്ലായിടത്തും നിരത്തിപ്പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ന്യൂമറോളജി ക്ലാസ്സിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളിപ്പം കരിങ്കാളി അല്ലെങ്കിൽ ഭദ്രകാളി ആരാധിക്കുന്നു, ഭദ്രകാളിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നോക്കണം. ആ സ്ഥലവും നിങ്ങളുമായിട്ട് യോജിച്ചതാണോ? ഇല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുകൊണ്ട് പേരിലൊക്കെ ക്രമീകരണം ചെയ്യണം. അപ്പോൾ വള്ളിയങ്കാവിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12ഉം ഐമനാജ്യത്തിൻ്റെ 13ഉം 12 കൂടി ആയപ്പോൾ എത്ര? 25. 25 ദൈവീയമായ കാര്യത്തിന് ഏറ്റവും നല്ലതാണ്. ഗംഭീര നമ്പറാണ് സ്പിരിച്വാലിറ്റിക്ക്. ഇത് തോന്നിവാസം കാണിക്കുന്ന ആൾക്കാർക്കാണ് ഈ 25 അപകടം. ചില ആൾക്കാർ ദഹിക്കുന്നില്ല. ഞാൻ 25-ാം തീയതി ജനിച്ചതാണല്ലോ, എൻ്റെ പേരിൽ 25 ഉണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ നമുക്ക് ഭേദഗതി ചെയ്യാം. തോന്നിവാസം കാണിക്കാതിരുന്നാൽ മതി, അനുസരണക്കേട് കാണിക്കാതിരുന്നാൽ മതി, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി. ഒരു പരിധി വരെയും ലാഭം ഇതായിരിക്കും. പിന്നെ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാകാതിരിക്കേണ്ട ചില മന്ത്രങ്ങളൊക്കെ നല്ലതായിരിക്കും. അപ്പം വള്ളിയാങ്കാവും ഞാനുമായിട്ട് നോക്കിയപ്പോൾ 25 എനിക്ക് നല്ലതാണ്, ദൈവീയമായ കാര്യമായതിൻ്റെ പേരിൽ. വള്ളിയാങ്കാവിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 35, 8. എൻ്റെ പേര് നമ്മുടെ ഐമനാജ്യത്തിൻ്റെ പേരിനകത്ത് 33. 33ഉം 35 കൂടി ചേർന്നപ്പോൾ 68. 8ഉം 6ഉം 14. അവിടെ സാമ്പത്തികം വന്നു. വള്ളിയാങ്കാവിലമ്മയെ ആരാധിക്കുന്നതിൻ്റെ പേര് എനിക്ക് സാമ്പത്തികമുണ്ട്. ഇനി 68 അക്ഷരങ്ങളുടെ എണ്ണമായ 25 കൂടി കൂട്ടിയപ്പോഴോ 8, 5, 13, 6, 2, 8, 9, 93 പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ പേരിൽ 93 ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിന് 93 ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടുപേരോ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് കൂട്ടി 93 ഉണ്ടെങ്കിൽ പ്രശസ്തിയിലേക്ക് ഡെഫിനറ്റ്ലി കൊണ്ടുപോകും. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു 100 പേരുടെ അടുത്തൊരു പരിചയമുണ്ടല്ലോ, അത് ഒരു പ്രശസ്തിയല്ലേ. ഇതൊന്നും ഇല്ലെങ്കിലോ ഐമണിൽ തന്നെ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ. അയൽവക്കക്കാർ മാത്രം എന്നെ അറിയും, അല്ലെങ്കിൽ കൂടിയ ഒരു
ഒരു 10 വീട്ടുകാരെ അറിയാം, അല്ല ആ വാർഡിൽ ചിലപ്പോൾ അറിയുമായിരിക്കും, അതിനപ്പുറത്തേക്ക് അറിയത്തില്ല, ആ പഞ്ചായത്തിൽ പോലും അറിയണമെന്നില്ല. പക്ഷേ ഈ 93 വന്നതിൻ്റെ പേരിലാണ് പ്രശസ്തിയും വന്നു, പണവും വന്നു. നമ്മൾ ഈ യൂട്യൂബ് ചെയ്തിട്ട് എനിക്ക് പണം വരുന്നില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുകയല്ലോ. ദക്ഷിണയായിട്ടും ഫീസായിട്ടും വരുന്നുണ്ട്. അപ്പോൾ 93ൻ്റെ പ്രത്യേകതയാണ്. ഇതുപോലെ നമുക്ക് സുബ്രഹ്മണ്യൻ്റെ കാര്യം നോക്കാം, ശ്രീകൃഷ്ണൻ്റെ കാര്യം നോക്കാം, കാളിയുടെ പല പല ഭാവങ്ങൾ, ദശമഹാകാളിയല്ലേ, ഇതിലേതാണ് നമുക്ക് സ്യൂട്ടബിൾ എന്ന് നോക്കണം. ചില ആൾക്കാർ പറയും കാളിയൊക്കെ ആരാധിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ യോജിച്ചെന്നിരിക്കില്ല. സുബ്രഹ്മണ്യൻ, ഞാൻ ജനിച്ചത് മേടം ആകുമ്പോൾ സുബ്രഹ്മണ്യൻ്റെ ഭവനമായിട്ട് എടുക്കാമല്ലോ. പക്ഷേ സുബ്രഹ്മണ്യൻ ഞാനിവിടെ കണക്ക് കൂട്ടിയപ്പോൾ അത്ര പോരാ, അതൊക്കെ പിന്നീട് പറയാം. പിന്നെ അവർ ശ്രീകൃഷ്ണനെ ആരാധിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും കൃഷ്ണനെ ഇഷ്ടമാണെന്ന് പറയും. ഞാൻ ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണൻ ഏത് ഭാവം? അവർക്കറിയത്തില്ല. ശ്രീകൃഷ്ണൻ എത്രയോ ഭാവങ്ങളുണ്ട്. ആ പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ, അത് ഗോപാലകൃഷ്ണ. അതുപോലും ഭക്തനറിയത്തില്ല. ആരും പരിഹസിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആളാരാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റാനായിട്ട്. അതുപോലെ ദേവതകളുടെ ഭാവങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ആരാധിക്കാൻ. ഒരു പെങ്കൊച്ചുപാട്ട് നിൽക്കുന്നില്ലേ ശ്രീകൃഷ്ണൻ, അതാണ് രാധാകൃഷ്ണൻ. ഓടക്കുഴൽ ഓതിക്കൊണ്ടിരിക്കുന്നു, അതാരാ? മുരളീകൃഷ്ണൻ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നമ്മുടെ ലക്ഷ്യമനുസരിച്ച് കൊണ്ട് പോകണം ഇവരുടെ ഭാവവും കൊടുക്കാനായിട്ട്. അമ്പാടിക്കണ്ണൻ, എനിക്ക് പരിചയമുള്ള പല അമ്മമാരും അമ്പാടിക്കണ്ണനെ ഇഷ്ടമാണ്. അമ്പാടിക്കണ്ണനെ, ആ വെണ്ണക്കണ്ണനെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മൂമ്മമാർക്ക്. നിങ്ങളതുകൊണ്ട് ഈ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും വാല്യൂവും കണക്ക് കൂട്ടിയിട്ട് ആ ദേവതകളുടെയും കൂടിയിട്ട് ഇതേ രീതിയിലുള്ള ഫിഗറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആരാധിച്ചോളൂ. പിന്നെ അവരുടെ മൂലമന്ത്രമൊക്കെ ജപിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതെല്ലാം നല്ല ഒരു സ്യൂട്ടബിൾ ഡേറ്റിൽ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരംഭിക്കാനായിട്ട്. നെഗറ്റീവ് ഡേയ്സിൽ ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. ഇഷ്ടംപോലെ പറയാനുണ്ട്, ഓരോ ദേവതകളെക്കുറിച്ചും പറയാനുണ്ട്. നമുക്ക് ഈ ഇങ്ങനെയുള്ള ക്ലാസ്സിലൂടെ ഇതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാം. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യൂ. അവർക്ക് ഒന്ന് ആർക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകില്ലേ? നിങ്ങൾ സാമ്പത്തികം കൊടുക്കണ്ടല്ലോ അവർക്ക് കൂടി എവിടെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും. കാരണം എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട്, ഇന്ന പോലെ ഇന്നയാൾ അയച്ചു തന്നതാണ്, അങ്ങനെയാണ് കണ്ടത്, അവരുടെ ലൈഫിൽ ഇതൊക്കെ അപ്ലൈ ചെയ്തപ്പം ശരിയാണെന്ന് തോന്നി, എല്ലാം ഒന്ന് അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടല്ലോ എന്ന് വിളിച്ചുകൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.